ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വേഗത്തിൽ ഒരു മീൻ കറിയും അതുപോലെ ഒരു മീൻ ഫ്രൈയും നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോണത് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്, നിങ്ങൾക്ക് അരിഞ്ഞ് വേണേലും ചേർക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും കൂടെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് സവാളയാണ്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്താ പറയുക, കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പും കൂടെ ഇട്ടൊന്ന് നമുക്കതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. രണ്ടും പറഞ്ഞൊരു ചെറിയൊരു മാറ്റം വന്നാണേ. അപ്പോൾ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു 2 ദിവസമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കേടുവരും. അപ്പോൾ അത് കാരണം ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ആ സമയത്ത് ഞാനൊരു പച്ചമുളകും കൂടെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കണ്ണിന് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് വാടി വരുമ്പം, എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞാൻ കുടംപുളിയാണ് ചേർക്കണത്. അത് ഞാൻ കുറച്ച് നേരം മുമ്പേ പാത്രത്തിൽ എന്താ പറയുക, ഒന്ന് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഞാൻ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റി വരട്ടെ. ആ വെള്ളം, നമ്മൾ ഒഴിച്ച പുളിവെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴേ ആ പച്ച പുളിയുടെ മണം ഒന്ന് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനിനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഞാൻ ചാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ അയലയോ അല്ലെങ്കിൽ മുളകിട്ട് വയ്ക്കാൻ പറ്റിയ കറി, നിങ്ങൾക്ക് ഏത് മീനാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചാള 2-3 സെറ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീനിനെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പം മീൻ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കുറവാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കഷ്ണം നാരങ്ങയുടെ നീര് കേട്ടോ. അത് കൂടാതെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവേ മീൻ കറിക്ക്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ചതച്ചത് ചേർക്കാം കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മുക കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് തിരുമ്മായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം കേട്ടോ. ഒന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേകാറായോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ മീനിൻ്റെ മുട്ട കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരാക്കിയ സമയത്ത് കുറച്ച് മീൻ മുട്ട കൂടെ കിട്ടിയാൽ ഞാൻ കറിയിൽ ആഡ് ചെയ്തിട്ട്, വറുത്ത് കഴിഞ്ഞാൽ മൊത്തം പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അത് ചെയ്യുന്നില്ല. വറുക്കുന്നത് അധികം ശരീരത്തിന് നല്ലതും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും കറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങളെങ്ങനെ വെക്കാമെന്നൊന്നും അറിയില്ല, ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ച മത്തി കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.